ഇയാളൊക്കെ ചെറിയ മീനല്ലെന്ന്. ഈ നീക്കത്തിന് പിന്നിൽ വി ഡി സതീശനും കുഞ്ഞാലിക്കുട്ടിയൊക്കെ അടങ്ങുന്ന വലിയ സംഘമാണ്. എന്തിനാണ് ഞാൻ വെറുതെ ഒരാളെ പറഞ്ഞ് വലുതാക്കുന്നത്? ആണ്ടി വലിയ ആളാണെന്ന് ആണ്ടി തന്നെ പറയുന്നത് ശരിയല്ലല്ലോ. ബി ജെ പി ജയിക്കുമെന്നുള്ളത് കൊണ്ടാണ് പിന്നെ അവർ ചെയ്യുന്നത്. അപ്പോൾ സുരേന്ദ്രൻ വേറൊരു കാൻഡിഡേറ്റ് ആണെങ്കിലും അങ്ങനെ തന്നെ. ഇപ്പോൾ പത്രിക പിൻവലിച്ചിരിക്കുകയാണ്. അല്ല, അതൊരു അപ്രതീക്ഷിത സംഭവമായിട്ട് ഞാൻ കാണുന്നില്ല. മഞ്ചേശ്വരത്ത് ബി ജെ പി എത്രമാത്രം UDF ഭയപ്പെടുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ സമ്മർദ്ദങ്ങളും അതിൻ്റെ ഫലമായിട്ടുണ്ടായിട്ടുള്ള പിൻവലിക്കലും. ഇന്നലെ ലീഗുകാരും കോൺഗ്രസ്സുകാരും ആരോപിച്ചത് BJP ആണ് മഞ്ചേശ്വരത്ത് SDPIയെ മത്സരിപ്പിച്ചതിന് പിന്നിലെന്നാണ്, അല്ലേ? അപ്പോൾ അതല്ല എന്നുള്ള കാര്യം എല്ലാവർക്കും ബോധ്യമായല്ലോ. ജനങ്ങൾക്ക് ഞങ്ങളുടെ നിലപാട് ശരിയായ നിലയിൽ ബോധ്യമായി. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞത് ഞങ്ങൾക്ക് SDPIയുടെ വോട്ട് വേണ്ടെന്നാണ്. മഞ്ചേശ്വരം MLA പറഞ്ഞത് SDPIക്കാരെ ചെരുപ്പൂരി അടിക്കണമെന്നാണ്. അതായത് ഞങ്ങൾക്ക് SDPIക്കാരുടെ വോട്ട് വേണ്ട, SDPIക്കാരുടെ മുഖത്ത് ചെരുപ്പൂരി അടിക്കണം എന്ന് പറഞ്ഞ അതേ പാർട്ടികൾ, മുന്നണികൾ എല്ലാ മതസംഘടനകളെയും ഉപയോഗിച്ച് SDPIയെ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാൻ തയ്യാറായി. അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയം. കേരളം ഞങ്ങൾ കൈകാര്യം ചെയ്യുന്നത്, UDF കൈകാര്യം ചെയ്യുന്നത്, അല്ലെങ്കിൽ മുന്നണികൾ കൈകാര്യം ചെയ്യുന്നത് ഒരു മതനിരപേക്ഷ രാഷ്ട്രീയം എന്നാണ് പറയുന്നത്. ഇതാണോ മതനിരപേക്ഷ രാഷ്ട്രീയം? സംസ്ഥാനത്തെ എല്ലാ പാർട്ടികൾ മാത്രമല്ല എല്ലാ മതസംഘടനകളും തെരഞ്ഞെടുപ്പുമായിട്ടോ രാഷ്ട്രീയ പ്രവർത്തനവുമായിട്ടോ ഒരു ബന്ധവുമില്ലാത്ത എല്ലാ മതസംഘടനകളും മഞ്ചേശ്വരത്തെ SDPI സ്ഥാനാർത്ഥി പിൻവലിക്കണമെന്ന് പരസ്യമായി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. മുന്നണി വ്യത്യാസമില്ലാതെ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ മതേതരത്വമാണ് കേരളം ചർച്ച ചെയ്യുന്ന ശരിയായ മതേതരത്വം എന്ന് പറയുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് ഏതെല്ലാം ശക്തികൾ ഒരുമിച്ച് നിന്നാലും ഈ മഞ്ചേശ്വരത്തെ സാധാരണ ജനങ്ങളുടെ പിന്തുണയോടുകൂടി വലിയ ഭൂരിപക്ഷത്തിൽ ഞങ്ങൾ ജയിക്കും. SDPIയെ സമ്മർദ്ദത്തിലാക്കിയോ അല്ലെങ്കിൽ വശീകരിച്ചോ പിൻവലിച്ചവർ കരുതണ്ട, ഇത്തവണ മുസ്ലിം ന്യൂനപക്ഷ സമുദായത്തിൽ നിന്ന് നല്ല നിലയിലുള്ള പിന്തുണ ഞങ്ങൾക്ക് ലഭിക്കും. അതുകൊണ്ട് യാതൊരു SDPIയെ പിൻവലിപ്പിച്ചു UDF ജയിച്ചു എന്നുള്ള ഒരു ധാരണയാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ ആ ധാരണ ഏപ്രിൽ 9 തിരുത്തപ്പെടും. മെയ് 4 പെട്ടി പൊളിക്കുമ്പോൾ ഇവിടുത്തെ മുസ്ലിം ഭൂരിപക്ഷ ബൂത്തുകളിലടക്കം NDA ശക്തമായിട്ട് മുന്നേറും. കഴിഞ്ഞ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും മഞ്ചേശ്വരത്ത് ഞങ്ങളെ പരാജയപ്പെടുത്താൻ എല്ലാവരും ഒരുമിച്ചിട്ടുണ്ടായിരുന്നു. മാത്രമല്ല LDFൻ്റെ പിന്തുണയും ഉണ്ടായിരുന്നു. അപ്പോഴും ഞങ്ങൾ പരാജയപ്പെട്ടത് വിരലിലെണ്ണാവുന്ന വോട്ടിനാണ്. അതുകൊണ്ട് ഇതൊരു പുതിയ സംഭവമായിട്ട് നിങ്ങൾ ആരും കണക്കാക്കേണ്ട. SDPIയിൽ ആര് സ്ഥാനാർത്ഥിയെ നിർത്തിയില്ലെങ്കിലും വലിയ ഭൂരിപക്ഷത്തിൽ, കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഭൂരിപക്ഷങ്ങളിലൊന്നായ ഭൂരിപക്ഷത്തിൽ NDA ഇത്തവണ ജയിക്കും. അതിലൊരു സംശയവും നിങ്ങൾക്ക് വേണ്ട. 4 പെട്ടി പൊളിക്കുമ്പോൾ ഞാൻ ലീഗുകാരെയും ഇടതുപക്ഷക്കാരെയും ഒക്കെ ക്ഷണിക്കുന്നു. ഞാൻ ഈ പറഞ്ഞ കാര്യം, അതായത് കേരളത്തിൽ കേട്ടുകേൾവിയില്ലാത്തൊരു കാര്യമാണ്. ഇത്രയും ഭയന്നോടിയൊരു കാലം ഉണ്ടായിട്ടില്ല. ജനവികാരത്തെ പ്രതിഫലിപ്പിക്കാൻ കഴിയില്ല, ജനവിശ്വാസം ആർജിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കി അതിനെ നേരിടാൻ ഈ വഴിയാണ് ഉപയോഗിക്കുന്നത്. നല്ല കാര്യം. ഞങ്ങൾ ആരുടെയും പിന്തുണ അഭ്യർത്ഥിച്ചിട്ടില്ല, ആരോടും മത്സരിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ശരിയായ നിലപാടെടുത്ത് ജനങ്ങളെ കണ്ട് മുമ്പോട്ട് പോവുകയാണ്. താങ്കൾ ഇപ്പോൾ സൂചിപ്പിച്ചു കുറഞ്ഞ വോട്ടുകൾക്കാണ് ഇതിനു മുമ്പ് ജയിച്ചതെന്നുള്ളത്. SDPI മത്സരിക്കുകയായിരുന്നെങ്കിൽ അത് സ്വാഭാവികമായിട്ട് താങ്കൾ ഗുണം ചെയ്യുവാൻ. അങ്ങനെയല്ല ഫൈസലെ, എവരി ആക്ഷൻ ദർ ഇസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്നാണ്. നിങ്ങളിപ്പോൾ വിചാരിക്കുന്നത് SDPIയെ മത്സരിപ്പിച്ച് അത് കഴിഞ്ഞ ഉടനെ പിൻവലിപ്പിച്ച് ഇതിനൊന്നും ഒരു പ്രതികരണവും ജനങ്ങൾക്കിടയിൽ ഉണ്ടാവില്ലെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. ഈ നാട്ടിലെ ജനങ്ങൾ അത്ര വിഡ്ഢികളല്ല. ഇവിടുത്തെ മുസ്ലിം സഹോദരന്മാർ, നല്ല സംഖ്യയിലുള്ള ഭൂരിപക്ഷം ഇവിടെ മുസ്ലിം സഹോദരന്മാരാണ്. അവരെല്ലാവരും ഇത്തരത്തിലുള്ള സമ്മർദ്ദതന്ത്രങ്ങളും നീചമായ വർഗീയ ചേരിതിരിവും ആഗ്രഹിക്കുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ആ ധാരണ ഉണ്ടെങ്കിൽ
മുസ്ലിം സമുദായത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണയാണ് കോൺഗ്രസിനും ലീഗിനും ഉള്ളത്. മുസ്ലിം സമുദായം ഇവർ പറയുന്നത് കേട്ടിട്ട് UDF നേതാക്കന്മാരും മതസംഘടനകളും പറയുന്നത് കേട്ട് മാത്രം തുള്ളുന്നവരല്ല എന്ന് ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ജനങ്ങൾക്ക് ബോധ്യമാവും. ഈ മതസംഘടനകളാണ് ഈ പിൻവലിക്കുന്നതിന് പിന്നിൽ അല്ല, പ്രചരിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ, ഇതെല്ലാവരും അറിയുന്നല്ലേ. സതീശന് എന്തെങ്കിലും ഒരു നാണവും മാനവും ഉണ്ടെങ്കിൽ മഞ്ചേശ്വരത്ത് BJP ജയിക്കും, അതുകൊണ്ട് SDPI പിന്തുണ പിൻവലിക്കണമെന്ന് പിൻവാതിലൂടെ പോയി പറയാൻ അദ്ദേഹത്തിന് എങ്ങനെ കഴിഞ്ഞത്? പരസ്യമായിട്ട് പറയട്ടെ, മഞ്ചേശ്വരത്ത് SDPIയുടെ പിന്തുണ വേണ്ട. സതീശൻ മുഖ്യമന്ത്രി കുപ്പായിട്ടിരിക്കുന്ന ആളല്ലേ. VD സതീശന് നട്ടലുണ്ടെങ്കിൽ, നട്ടലിൻ്റെ സ്ഥാനത്ത് വാഴപ്പിണ്ടി അല്ലെങ്കിൽ മഞ്ചേശ്വരത്ത് SDPIയുടെ പിന്തുണ വേണ്ട എന്ന് പറയാനുള്ള ആർജവമുണ്ടോ? അപ്പോൾ അതുകൊണ്ട് നേരത്തെ തിണ്ണ നിറങ്ങില്ല എന്ന് പറഞ്ഞു, എല്ലാ തിണ്ണയും നിറങ്ങി. ഇപ്പോൾ പിന്തുണ വേണ്ട എന്ന് പറഞ്ഞു. അത് പറയാൻ ധൈര്യമുണ്ടോ? മഞ്ചേശ്വരം ഈ ഒരു മണ്ഡലത്തിൻ്റെ പ്രത്യേകമായിട്ട് ഞാൻ ചോദിക്കുകയാണ്. പൊതുവായി പറഞ്ഞ പിന്തുണ വേണ്ട എന്നുള്ള കാര്യം മഞ്ചേശ്വരത്ത് പറയാനുള്ള ആർജവം VD സതീശനുണ്ടോ? സംസ്ഥാന തലത്തിൽ തന്നെ ഒരുപക്ഷെ ചർച്ച ചെയ്യപ്പെടുന്നു. അതായത് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നു, പ്രചരണം ആരംഭിക്കുന്നു, പിന്നീടുണ്ടായ സമ്മർദ്ദത്തിൽ സ്ഥാനാർത്ഥിയെ പിൻവലിക്കുന്നു. അപ്പോൾ SDPI UDF ബന്ധം എന്ന നിലയിൽ സംസ്ഥാന തലത്തിൽ തന്നെ പ്രചാരണം അല്ല, ഇതാണല്ലോ ഞാൻ ചോദിക്കട്ടെ. SDPIക്കാരും ആത്മാഭിമാനമുള്ള മനുഷ്യരല്ലേ? തന്നെയൊക്കെ ചെരുപ്പൂരി അടിക്കുമെന്ന് പറഞ്ഞവരുടെ കൂടെ നാളെ എങ്ങനെയാണ് അവർ പ്രചരണത്തിന് പോകുന്നത്? എൻ്റെ ചോദ്യം അതാണ്. SDPI ആയാലും ഏത് രാഷ്ട്രീയ പാർട്ടി ആയാലും അതിൽ അണികൾക്കൊരു ആത്മാഭിമാനമില്ലേ? ചെരുപ്പൂരി അടിക്കുമെന്ന് പറഞ്ഞ MLAയോടൊപ്പം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പോകുന്നത് കാണാൻ ഈ നാട്ടിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് കാണട്ടെ. അതന്നെ ഞാനും പറയുന്നത്. ഈ സ്ഥാനാർത്ഥിത്വം പിൻവലിച്ചതിന് പിന്നിൽ മതസംഘടനകളാണ് എന്നാണോ BJP? മതസംഘടനകളും ഉണ്ട്. കേരളത്തിന് പുറത്ത്, കേരളത്തിനകത്തും പ്രവർത്തിക്കുന്ന പല ആളുകളും അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അതെല്ലാം വൈകാതെ പുറത്തു വരും. നേരത്തെ താങ്കൾ പറഞ്ഞല്ലോ ഈ ചെരുപ്പൂരി അടിക്കുമെന്ന് പ്രസ്താവന നടത്തിയ മഞ്ചേശ്വരം MLA കുറിച്ച്. അദ്ദേഹത്തിൻ്റെ അറിവോടുകൂടിയാണ് ഈ ഒരു നീക്കമെന്ന് വിശ്വസിക്കുന്നത്. അയാളൊക്കെ ചെറിയ മീനല്ലെന്ന്. ഈ നീക്കത്തിന് പിന്നിൽ VD സതീശനും കുഞ്ഞാലിക്കുട്ടിയൊക്കെ അടങ്ങുന്ന വലിയ സംഘമാണ്. എന്തിനാണ് ഞാൻ വെറുതെ ഒരാളെ പറഞ്ഞ് വലുതാക്കുന്നത്? ഇതിലെ ഈ BJP ജയിക്കുമെന്നതിനപ്പുറത്തേക്ക് മഞ്ചേശ്വരത്ത് സുരേന്ദ്രൻ അങ്ങനെയാണ് പലപ്പോഴും സുരേന്ദ്രൻ വിജയിക്കുന്നു, സുരേന്ദ്രൻ വിജയിക്കാൻ പോകുന്നു എന്ന് ടാർഗറ്റ് ചെയ്യുന്നു തോന്നുന്നു. അങ്ങനെ പാണ്ടി വലിയ ആളാണെന്ന് ഞാൻ തന്നെ ആണ്ടി തന്നെ പറയുന്നത് ശരിയല്ലല്ലോ. BJP ജയിക്കുമെന്നുള്ളത് കൊണ്ടാണ് പിന്നെ അവർ ചെയ്യുന്നത്. അപ്പോൾ സുരേന്ദ്രൻ വേറൊരു കാൻഡിഡേറ്റ് ആണെങ്കിലും അങ്ങനെ തന്നെ.